ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഓപ്പൺ കിച്ചണിൽ കറിവേപ്പില പൊടിച്ച് ചേർത്ത ഒരു ചിക്കൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി 1/2 കിലോ ചിക്കൻ വേണം, 1 കപ്പ് വലിയ ഉള്ളി, 1/2 കപ്പ് കറിവേപ്പില, 1 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, 3-4 ഏലക്ക, 4 ഗ്രാമ്പു, വലിയ ജീരകം 1/2 ടീസ്പൂൺ, 2 പട്ടയുടെ കഷ്ണം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3-4 പച്ചമുളക്, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്. നമ്മൾ ചെയ്യേണ്ടത് കറിവേപ്പിലയും കുരുമുളക്, ചെറിയ ജീരകം, ഏലക്ക, ഗ്രാമ്പു, പട്ട, വലിയ ജീരകം ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കാം. ഞാൻ നമ്മുടെ സ്പൈസസും കറിവേപ്പിലയും കൂടെ നല്ല ഡ്രൈ റോസ്റ്റ് ചെയ്ത് നല്ല ഫൈനായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ എങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഒരു പാൻ വെച്ച് ചൂടാക്കി ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. കുറച്ച് കൂടുതൽ ഓയിൽ വേണം, കാരണം നമ്മളിതിൽ വെള്ളം ചേർക്കണില്ല. ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളവും ഈ ഓയിലും കൊണ്ട് വേണം നമ്മുടെ ചിക്കൻ റോസ്റ്റായി കിട്ടാൻ. ഇനി ഇതിലേക്ക് ആദ്യം ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 2-3 ഗ്രീൻ ചില്ലി, ഇതൊന്ന് വഴറ്റി വന്നതിന് ശേഷം സവാള ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഇതിന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടുന്നതാണ്. നന്നായിട്ടൊന്ന് വഴറ്റി വരട്ടെ. ടൈമിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വഴണ്ട് കിട്ടും. നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. ഇത് പച്ചച്ചുവന്ന് മാറി കിട്ടട്ടെ. അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന സ്പൈസസിൻ്റെയും കറിവേപ്പിലിൻ്റെയും കൂട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് മൂടി വെക്കാം.
ഫ്ലെയിം കുറച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൽ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കണ്ട, കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിൽ തന്നെ നമുക്കിത് റോസ്റ്റായി കിട്ടും. ഇത് വീണ്ടും മൂടി വെക്കാം. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ കറിവേപ്പില ചേർത്ത ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിൻ്റെ കൂടെയും റൈസിൻ്റെ കൂടെ ഒക്കെ ഇത് നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ദം റൈസിൻ്റെ കൂടെയാണ് ഇത് വിളമ്പുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു.